ഈ തീവ്രവാദികൾക്ക് വികാരം മാത്രമേ ഉള്ളൂ, അവർ അടിസ്ഥാനപരമായി വിഡ്ഢികളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നായിട്ടുള്ള SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏപ്രിൽ 1-ാം തീയതി, അതായത് ലോക വിഡ്ഢി ദിനത്തിൽ, ഏപ്രിൽ ഫൂൾ ദിവസത്തിൽ വളരെ പ്രസക്തമായ ഒരു പ്രസ്താവന നടത്തിയത്. ഇത്തവണ ഞങ്ങൾ UDFനെയാണ് പിന്തുണയ്ക്കുന്നത്, നിരുപാധിക പിന്തുണയാണ് UDFുമായി. ഉപാധിയുണ്ടോ ഇല്ലെന്നും നമുക്കറിയില്ല. ഇരു കൂട്ടരുമായി നല്ല കച്ചവടം നടത്താൻ ശേഷിയുള്ളവരാണ് SDPIക്കാർ. അവരുടെ മുത്താപ്പന്മാരെല്ലാം ഇപ്പോൾ അവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരായിരുന്നവരെല്ലാം തിഹാർ ജയിലിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ 2047 എങ്ങനെ ഇന്ത്യ ഭരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ സമയമുണ്ട് ആ പ്ലാനിങ്ങിനൊക്കെ ഉള്ള. അവിടെ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് അവർക്കിടയിൽ. അങ്ങനെ സ്വപ്നം കാണുന്നതിന് ടാക്സ് അടയ്ക്കൊന്നും വേണ്ടല്ലോ, അവരങ്ങനെ സ്വപ്നം കണ്ടോട്ടെ. 2047 ഇന്ത്യ ഭരിക്കുന്നത് പോയിട്ട് ഇനി പുറലോകം കാണില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. എന്തായിരുന്നാലും SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ UDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി, പത്രസമ്മേളനം നടത്തി. അത് മാത്രമല്ല, ഇവർക്ക് UDFുമായിട്ടും LDFുമായിട്ടും പണ്ടും ബന്ധമുണ്ട്. ഇരു കൂട്ടരുമായി മാറി മാറി ബന്ധവും പിന്തുണയും എതിർപ്പും ഒക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നവരാണ്. രണ്ടു കൂട്ടരുമായിട്ട് നന്നായിട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കൊണ്ട് രണ്ടു കൂട്ടർക്കും ഗുണവും ഉണ്ടായിട്ടുണ്ട്, ദോഷവും ഉണ്ടായിട്ടുണ്ട്. SDPIക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്ന് പറയാറുണ്ട്. ഇവരെ പേറിക്കൊണ്ട് നടന്നാൽ പേറിയവനെയും കൂടി നാറും എന്നുള്ള ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് LDFനും UDFനും ഒരുപോലെ ബോധ്യപ്പെടേണ്ടതാണ്. പരസ്യമായിട്ട് പിന്തുണ തള്ളിക്കളയുക വേണ്ടത്. ഇതിൽ ഈ LDFും UDFനും മാത്രമല്ല, UDFന് ഇപ്പോൾ ഇവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇവരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കാം. ഇവർക്ക് UDFനോടുള്ളതിനേക്കാൾ കൂടുതൽ അവിശുദ്ധ ബന്ധമുള്ളത് LDFുമായിട്ടാണ് നിലവിലും പല സ്ഥലങ്ങളിലും. 1995 തോന്നുന്നു ഇവരുടെ പൂർവ്വ സംഘടനയായിട്ടുള്ള നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് NDF രൂപീകരിക്കുന്നത്. എൻ്റെ നാടായിട്ടുള്ള മഞ്ചേരി കേന്ദ്രീകരിച്ചാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം ഉടലെടുത്തിട്ടുള്ളത്. മഞ്ചേരിയിലെ ഗ്രീൻ വാലി ആയിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആസ്ഥാനം, NDFിൻ്റെയും ആസ്ഥാനം അത് തന്നെയായിരുന്നു. മഞ്ചേരിയിൽ ഇത് രൂപീകരിക്കുമ്പോൾ ആദ്യകാലത്ത് അതിൻ്റെ പ്രവർത്തകരായിട്ട് പോകുന്നത് CPMൻ്റെ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് പേരാണ്. അവർ ചിലരൊക്കെ ഞാനുമായിട്ട് അക്കാലത്ത് ചെറിയ ക്ലാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപിടിയിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ NDFിലേക്ക് പോകുന്നു. പിന്നീട് അവർ ശക്തമായിട്ട് NDFിലാവുന്നു. ഇപ്പം ഞങ്ങളൊക്കെ തമ്മിൽ സൗഹൃദമാണ്. ചിലപ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസമൊക്കെ വന്നുകൊണ്ടായിരിക്കും. അവരെ പേരൊന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഒരു വട്ടം വീട്ടിൽ വന്ന് തട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം അങ്ങനെ വീട്ടുകാർക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ പോവുകയും അങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നീട് മഞ്ചേരിയിൽ ഇവരുടെ തീവ്രവാദ പ്രവർത്തനത്തെ ക്യാമ്പസിനകത്ത് വരെ കയറി നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായി എനിക്കെതിരെ ഒരുപാട് ത്രെട്ടുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ MSFI, ABPO, KSU ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ SFIയുടെ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. അതെല്ലാം വിട്ടുകളയും. ഇപ്പോൾ അവരെല്ലാം വ്യക്തിപരമായി നമുക്ക് പലപ്പോഴും വാട്സപ്പിൽ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും വളരെ ശാന്തമായി ജീവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല LDFിൽ പോയ കുറേ പേരൊക്കെ എന്താ പറയുക, മാനസാന്തരം ഉണ്ടായി തിരിച്ചു മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നാലും ഇവർ പിന്നീട് മഞ്ചേരിയാണ് ഇവരുടെ അക്രമ പ്രവർത്തനങ്ങൾക്കും ആദ്യമായിട്ട് താവളമായി കണ്ടത്. മലപ്പുറം ജില്ലയും മഞ്ചേരിയെ കേന്ദ്രീകരിച്ചു. ഈ ഒസാമ ബിൻ ലാദൻ ഈ പെൻറ്റഗണൊക്കെ ആക്രമിച്ച സമയത്ത് അന്ന് ഒസാമ എന്ന പുലിക്കുട്ടി എന്ന് പറഞ്ഞ് ഇവർ മഞ്ചേരി ടൗണിൽ വലിയൊരു ബോർഡൊക്കെ വെച്ചിരുന്നു. പുലിക്കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. പുലിക്കുട്ടിയുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല. അതാണ് സ്ഥിതി. പിന്നെ ഇവർ മഞ്ചേരിയിൽ ഈ ഷംസു പുന്നക്കൽ CPMൻ്റെ ഗ്രൂപ്പിസത്തിനകത്ത് ഒരു വിഭാഗം ഇവരുമായി നന്നായി സഹകരിച്ചു. CPMൻ്റെ നേതൃത്വം NDFന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു. ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് അവിശുദ്ധ ബന്ധം സ്ഥാപിച്ച ഒരുപാട് CPM നേതാക്കന്മാരുണ്ടായിരുന്നു. മഞ്ചേരി ടൗൺ എന്ന് പറയുന്നിടത്ത് മഞ്ചേരി മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ്. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ ഒരു CPM പ്രവർത്തകൻ ആർജവം ഉണ്ടാക്കി കൊടുത്തത് ഷംസു പുന്നക്കൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പിന്നീട് CITയുടെ ജില്ലാ പ്രസിഡന്റായി, ട്രേഡ് യൂണിയൻ്റെ ചവിട്ടുതൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന നേതാവായി. മിശ്ര വിവാഹിതനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ SFIയിൽ ഉണ്ടായിരുന്ന മീര ചേച്ചിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഷംസാഖ് എനിക്ക് വ്യക്തിപരമായ ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായിരുന്നു. വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഖത്തറിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത്. അദ്ദേഹം ഒരു വിസിറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ വിവാഹത്തിന് അദ്ദേഹമാണ് എല്ലാ രീതിയിലും കാർമ്മികത്വം കൊടുത്ത്. അദ്ദേഹവും അന്തരിച്ചു പോയ CPMൻ്റെ മുൻ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ AL ശിവരാമൻ നായരും. അതേപോലെ തന്നെ എൻ്റെ മമ്മിയുടെ മരണം, ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻ്റെ വിവാഹത്തിന് ശേഷം ഞാനും എൻ്റെ മുൻ ഭാര്യയും തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായ സമയത്ത്, ഡിവോഴ്സ് കേസ് നടക്കുന്ന സമയത്ത് രണ്ടുപേരുമായി നല്ല സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളാണ് ഷംസാക്ക. ഷംസാക്കയുടെ കുടുംബവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഷംസാക്കയുടെ ഭാര്യ ഞാൻ പറഞ്ഞില്ലേ ഹിന്ദു സമുദായത്തിൽപ്പെട്ടതാണ്. പക്ഷെ രണ്ടുപേരും വളരെ മതേതരത്വത്തോടു കൂടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. മോന് പേരിട്ടത് ആദിത്യൻ. ആ പേരിട്ട സമയത്ത് അദ്ദേഹത്തോട് എന്തിനാണ്
ആദിത്യൻ എന്ന പേരിട്ടത് ഒരു ഹിന്ദു പേരല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഷംസുഖാക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. ഷംസുഖാക്ക് പറഞ്ഞു, ഞാൻ എൻ്റെ പേരാണ് എൻ്റെ മകനിട്ടത്. ഷംസു എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം, ആദിത്യൻ എന്ന് പറഞ്ഞാലും സൂര്യൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും മഞ്ചേരിയിലെ എല്ലാ വിഷയങ്ങളിലും ശക്തമായിട്ട് ഇടപെടുകയും മഞ്ചേരിയിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതിന് ആർജവത്തോടെ നേതൃത്വം കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ഷംസു പുന്നക്കൽ. പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന CPM നേതാവ് KS സൈതാലിക്കുട്ടി മഞ്ചേരിയിൽ താമസിച്ചിരുന്നത്. ഒരു 10 പേരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ് ചീഫ് വിപ്പും സംസ്ഥാന മന്ത്രിയും MP-യും നിരവധി തവണ MLA-യും ഒക്കെ ആയിരുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന TK ഹംസ മഞ്ചേരിയിലാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. ഒരു 2 ആളെ പാർട്ടിയിലേക്ക് പുള്ളിയുടെ വകയായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പുള്ളി വലുതായി പോയി. പക്ഷേ ഷംസു എന്ന പറയുന്ന ഒരു മാസ്മരിക കരിസ്മാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെ കണ്ടിട്ട് ഈ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തേക്ക് നൂറുകണക്കിന് ചെറുപ്പക്കാർ ആകർഷകരായിട്ട് വരികയും മഞ്ചേരിയിലെ എന്ത് കാര്യത്തിലും അവസാനത്തെ വാക്കായി ഷംസു മാറുകയും ചെയ്തിരുന്നു. തീവ്രവാദ സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി മിശ്ര വിവാഹിതനാണ് എന്നതിൻ്റെ ഭാഗമായി അങ്ങനെ കല്യാണം കഴിച്ച യുവതിയെ മതം മാറ്റി കൊണ്ടുവന്നില്ല എന്ന കാരണം കൊണ്ട് ഷംസുവിനെ CPM-ലെ ഒരു വിഭാഗത്തിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ NDF എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, പോപ്പുലർ ഫ്രണ്ടിലേക്ക് മുൻ രൂപം, SDP-യുടെ മുൻ രൂപം, അവരുടെ പ്രവർത്തകർ ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മരണം വരെ അദ്ദേഹം അതിൻ്റെ പരിക്കുകളുമായിട്ടാണ്. ജീവൻ തിരിച്ചു കിട്ടിയതെന്തോ ഭാഗ്യത്തിനാണ്. തൊഴിലാളി പ്രവർത്തകർ, മഞ്ചേരിയിലെ നാട്ടുകാർ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പാർട്ടി സൈലൻ്റ് ആവാൻ നോക്കി ഒരു വിഭാഗം, ഗ്രൂപ്പിസം കളിച്ചിട്ട്, എന്നിട്ട് ഇദ്ദേഹത്തെ എങ്ങനെയും മരിച്ചു പോട്ടെ എന്ന് എഴുതിയിട്ട്. അതേസമയം അങ്ങനെ എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാർ തന്നെ 5 ലക്ഷം കൊടുത്ത ഡോക്ടർമാരുണ്ട്. കാരണം ഷംസുവാക്കിയായിട്ട് അത്ര വലിയ ബന്ധമായിരുന്നു ആളുകൾക്ക്. അങ്ങനെയാണ് അദ്ദേഹത്തെ കോയമ്പത്തൂർ കൊണ്ടുപോയി ചികിത്സിച്ച് വർഷങ്ങളോളം ചികിത്സകൾ തുടർന്നു, ഫിസിയോതെറാപ്പി തുടർന്നു. കൈയൊക്കെ ഇവിടെ നിന്നിട്ട് ചെറിയൊരു വിരലിൻ്റെ വണ്ണേ ഉള്ളൂ. കൈക്കും കാലിനും ഒക്കെ പരസഹായം ഇല്ലാതെ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ്. ആ തിരിച്ചു വന്ന ഷംസുവിനെ NDF-കാർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഈ NDF-കാർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയും പോലീസ് ഫോഴ്സിനെ പോലും ഇതിന് തിരിച്ചടിക്കാനുള്ള പ്ലാൻ ചെയ്തപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഷംസുവിൻ്റെ അനുകൂലമായിട്ട് നിൽക്കുന്ന പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ തടയാൻ ശ്രമിക്കുകയും അപ്പുറത്ത് ഇവർക്ക് വേണ്ട എല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുകയും ഈ കേസിനകത്ത് തെളിവുകൾ ശേഖരിക്കുന്നതിനകത്ത് കുറേ വീഴ്ച വരുത്താൻ ശ്രമിക്കുകയും മാത്രമല്ല രഹസ്യമായി NDF-കാരുമായിട്ട് ഡീൽ നടത്തുകയും ചെയ്തു മഞ്ചേരിയിലെ പ്രധാനപ്പെട്ട ചില CPM-ന്റെ നേതാക്കന്മാർ. മലപ്പുറം ജില്ലയിലെ മരിച്ചുപോയതുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയുന്നില്ല, ഞാൻ പലരും മരിച്ചുപോയതുകൊണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുറേ പേർക്കും പങ്കുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. NDF-ന്റെ കൂടെയായിരുന്നവർ മനസ്സുകൊണ്ട് NDF-ന് വേണ്ട എല്ലാ രാത്രിയായ NDF-കാരുമായിട്ട് എല്ലാ ഡീലും നടത്തുക. അത് മാത്രമല്ല NDF-ന് വേണ്ടിയിട്ട് ഷംസുവിനെ വീണ്ടും മൂലക്കെടുക്കുന്ന കരാർ പണി CPM-ന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഷംസുവിനെതിരെ നിരന്തര നടപടികൾ. ഷംസു ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, ഏരിയ സെക്രട്ടറി ആയിട്ട് വരുന്നില്ല. കാരണം ഷംസു അത്രയും കാലിബറുള്ള മലപ്പുറം ജില്ലയിലെ ഏറ്റവും തൻ്റെടിയായ ധൈര്യമുള്ള മുമ്പിൽ നിന്ന് നയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവായിരുന്നു ഷംസു പുന്നക്കൽ. ആ ഷംസു പുന്നക്കലിൻ്റെ കയ്യും കാലും മറ്റൊരു വെട്ടിയെങ്കിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതിൽ, അദ്ദേഹത്തെ മാനസികമായി തകർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഈ NDF-ന്റെ അച്ചാരം വാങ്ങിയിട്ടുള്ള ചില CPM-ന്റെ നേതാക്കന്മാരായിരുന്നു. നിങ്ങൾ മലപ്പുറത്ത് മഞ്ചേരിയിലുള്ള സഖാക്കളോട് അന്വേഷിച്ചറിയാൻ പറ്റും. അങ്ങനെയാണ് ഷംസുവിനെ മുലക്കാക്കുന്നത്. ഷംസാക്ക് എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മടുത്ത് രാജ, ലീഗുകാരായിട്ടും കോൺഗ്രസ്സുകാരായിട്ടും BJP-കാരുമായിട്ടൊക്കെ നമുക്ക് എതിർത്ത് നിൽക്കാം, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമുക്കിട്ട് പണിയാണ്, നമ്മൾ ഇത് മടുത്ത്, രാഷ്ട്രീയം മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൊഴിലാളി സഖാക്കളുടെ, ഈ ചുമട്ടുതൊഴിലാളികളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അദ്ദേഹം വീണ്ടും തുറന്നു പോയത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ ആഘോഷങ്ങളും ഭംഗിയായിട്ട് നടത്തും. കാര്യം പറഞ്ഞല്ലോ, ഒരു മതേതരമായ ജീവിതം നയിക്കുന്നതാണ്. പെരുന്നാളിന് പോയിട്ടുണ്ടായി ഒക്കെ ഒരു ഉത്സവം പോലെയാണ്, എല്ലാവരും കൂടെ കൂടും. ആ രീതിയിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തെയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവരുടെ അക്രമ പരമ്പരകൾക്ക് സംസ്ഥാനത്തിനകത്ത് തുടക്കം കുറിച്ചത്. എന്നിട്ടും അവരുമായിട്ട് CPM നേതാക്കന്മാർ ബന്ധം വെച്ച് പുലർത്തിയിരുന്നു. എന്താ അപ്രഖ്യാപിത ഹർത്താൽ? കാശ്മീരിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ കാശ്മീരിലല്ല ഹർത്താൽ നടന്നത്, കേരളത്തിലാണ് ഹർത്താൽ നടന്നത്. ഇപ്പം ഇതാ നിരന്തരം ഓരോ പീഡന കേസുകൾ വരുന്നുണ്ടല്ലോ. എന്തേ ഹർത്താൽ നടത്താത്തത്? എന്തേ ഹർത്താൽ നടത്താത്തത്? എന്തേ യസീദ് പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിയപ്പോൾ ഇവിടെ എന്താ ഹർത്താൽ നടത്താതിരുന്നത്? മൊസാദ് തോന്നിയാസം കാണിക്കുമ്പോൾ ഇവിടെ എന്താ ഹർത്താൽ നടത്താത്തത്? അപ്രഖ്യാപിത ഹർത്താൽ. ആ അപ്രഖ്യാപിത ഹർത്താലിൻ്റെ നേതൃത്വം നൽകിയതിൻ്റെ ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മൗദൂദികളെ പോലെയുള്ള സംഘടനകളെ ആശയക്കാരായിരുന്നുവെങ്കിൽ അത് തെരുവിലിറങ്ങി അഴിഞ്ഞാടി ഹിന്ദുക്കളുടെ ബേക്കറി നോക്കിയിട്ട് കൊള്ളയടിക്കുക, എന്നിട്ട് ഹർത്താലാണത്രേ. എന്നിട്ട് അവിടെ പോയിട്ട് ലഡ്ഡും ജിലേബിയും കട്ട് തിന്നുക. ഇവന്മാർക്കൊക്കെ ലഡ്ഡും ജിലേബിയും ആവശ്യത്തിന് വാങ്ങിക്കൊടുക്കണമെന്നേ, വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അവിടെ അടങ്ങിയിരുന്നോട്ടെ. അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പട്ടിയെ വെട്ടി മനുഷ്യനെ വെട്ടാൻ പരിശീലിച്ചവരാണ് ഈ NDF-കാർ, SDP-കാർ, ഈ PF-കാർ. തെരുവിൽ കൂടി പോവുക, പട്ടിയെ വിട്ട് ബൈക്കിൽ ഓടുന്നതിനിടയിൽ എങ്ങനെ വെട്ടാം, പരിശീലന ട്രെയിനിങ് അത് നടത്തിയിട്ടുള്ള വൃത്തികെട്ടവരാ അവർ. എന്നിട്ടാണ് ഇവർ ഈ ഇരു മുന്നണികളും തലോടിക്കൊണ്ടിരിക്കുന്നത്.
കേരളത്തിലെ മുസ്ലിം തീവ്രവാദത്തിനോട് എല്ലാ കാലത്തും പ്രീണന നയം മത്സരിച്ച് സ്വീകരിക്കുന്നവരാണ് UDF-ഉം പിന്നെ LDF-ഉം. അതിൽ തന്നെ മുൻപന്തിയിൽ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടല്ലേ ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്രഖ്യാപിത ഹർത്താലിനകത്ത് CPM-ന്റെ പ്രവർത്തകരാണ് കൂടുതൽ തെരുവിലേക്ക് ഇറങ്ങിയത്, DYFI-ക്കാർ. അതായത് ഈ DYFI-ക്കാരെന്ന് പറഞ്ഞ് അതിനകത്ത് PFI-യുടെ ചില സ്ക്വാഡുകൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഗണപതി മിത്താണെന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ശബരിമലയിൽ കണ്ട പിന്നെ എന്താ പറയുക, ഒരു അയ്യപ്പനെ ആരാധിക്കാത്തവർ എന്തിനാ അങ്ങോട്ട് പോണേന്നേ, അവർക്ക് പോകാനുള്ള ഒത്താശ ചെയ്ത് കൊടുത്തത്. ഈ തോന്നിയാസങ്ങളെല്ലാം നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ജോസഫ് മാഷക്കെതിരെ ഈ തീവ്രവാദികൾ സംഘം ചേർന്ന് പ്രചാരണം നടത്തിയപ്പോൾ ആ പ്രചാരണത്തിൻ്റെ ആവേശം കൂട്ടുന്ന രീതിയിൽ പ്രതികരിച്ചവരാണ് MA ബേബിയും കോടിയേരി ബാലകൃഷ്ണനും അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ. അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മോശമൊന്നുമില്ല. ഇപ്പോഴുണ്ടല്ലോ VD സതീശനും ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ലല്ലോ. തള്ളി പറയണ്ടേ, ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ പിന്നെ പിന്തുണ എന്ന് പറയണ്ടേ, രണ്ടു കൂട്ടരും പറയണ്ടേ. ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇവരുടെ പിന്നെ SDPI-യുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയണ്ടേ. SDPI പിരിച്ചുവിടപ്പെടേണ്ട സംഘടനയാണ്. പക്ഷെ അതിന് ചില പരിമിതികളുള്ളതുകൊണ്ടാണ്. PFI നിരോധിച്ചതുപോലെ നിരോധിക്കാൻ പെട്ടെന്ന് പറ്റില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട്. ഈ പിന്നെ ഇപ്പോൾ NIA വന്നിട്ട് PFI-ക്കാരെ മുഴുവൻ ഇവിടുന്ന് പൊക്കിയല്ലോ. മത്സ്യത്തൊഴിലാളികളായിട്ടും പിന്നെ ആക്രി വെറുക്കുന്നവരായിട്ടൊക്കെ വേഷം കെട്ടിയൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാ ക്യാമ്പയിനും നടത്തി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം എന്തേ സംസ്ഥാന പോലീസിന് ചെയ്യാൻ പറ്റാതിരുന്നത്? എന്തേ സംസ്ഥാന ഇന്റലിജൻസ് ഒന്നും അറിയാതിരുന്നത്? എന്തിനാ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞ സംവിധാനം? ഇവിടെ തോന്നിവാസം കാണിക്കുന്നതിനും ഗുണ്ടായിസം കാണിക്കുന്നതിനും ഒക്കെ കൂട്ടു നിൽക്കുക എന്നുള്ളതിനപ്പുറത്ത് സംസ്ഥാന പോലീസിനെ നിർജ്ജീവമാക്കിയിട്ടിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഏറ്റവും മികച്ച പോലീസാണ്. പക്ഷെ അവർക്ക് അനങ്ങാൻ പറ്റില്ല. CPM-ന്റെ പിന്നെ AKG സെന്ററിന്നോ അല്ലെങ്കിൽ P ശശിയോ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമേ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ NIA വന്നത്. കാരണം സംസ്ഥാന പോലീസിന് വിശ്വാസമില്ല. സംസ്ഥാന പോലീസിനകത്ത് ഈ NDF-കാരില്ലേ, ഈ PFI-ക്കാരില്ലേ, അവരുടെ ഏജന്റുമാരില്ലേ, അനസ് എന്ന് പറയുന്ന പോലീസുകാരനെ അവസാന സർവീസിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നില്ലേ? പോലീസിന്റെ ഔദ്യോഗിക ഡാറ്റാ ബാങ്കിൽ നിന്നുള്ള വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി കൊടുത്തു. പോലീസിലും ഫയർഫോഴ്സിലും ഇത്തരം ടീമുകളില്ലേ? വിവിധ പിന്നെ വിഭാഗങ്ങൾക്കിടയിൽ, വിവിധ ഓഫീസുകൾക്കിടയിൽ ഇത്തരം ആൾക്കാരില്ലേ? ഒരു PFI-ക്കാരൻ ഡോക്ടറായിട്ട് സർവീസിലുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പം വരുന്ന ആളുടെ മതം നോക്കിയിട്ട് മരുന്നെഴുതും. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ വരികയാണെന്നുണ്ടെങ്കിൽ അവനെ ശരിയാക്കാനുള്ള മരുന്ന് എഴുതും, മറ്റവനാണെങ്കിൽ അസുഖം മാറാനുള്ള മരുന്ന് എഴുതും, അവനെ ഫ്രീ ആയിട്ടും കൊടുക്കും. ഇതാണ് പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ മാനസികാവസ്ഥ. അതിനാണ് ഇവർ കുട പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം AKG സെൻറ്ററിൽ ബോംബ് പൊട്ടി എന്ന് പറഞ്ഞു കേട്ടിരുന്നല്ലോ നമ്മൾ 2 വർഷം മുമ്പാണ്. നമ്മളെ ശ്രീമതി ടീച്ചർ പറഞ്ഞത് ഫ്ലാറ്റ് കുലുക്കുന്ന ബോംബ് പൊട്ടിയതുപോലെ ഭൂകമ്പമാണെന്ന് കരുതിയ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു പോയേ. അവിടെ വേറെ ആരും അറിഞ്ഞില്ല, ശ്രീമതി ടീച്ചർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ ബോംബ് പൊട്ടി എന്ന് അറിഞ്ഞപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തിയവർ പിന്നെ അവിടെ സ്ഥലം സന്ദർശിച്ചവർ NDF-കാരെ അന്ന് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് നിരോധിക്കുന്നതിന് മുമ്പ്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് CPM തമ്മിലുള്ള ബന്ധം അവിടെ തന്നെ തെളിവല്ലേ? അവനവൻ്റെ സഹോദരൻ്റെ വീടിന് എന്തെങ്കിലും അപകടം പറ്റുമ്പോഴാണല്ലോ ഓടിച്ചെല്ലുന്നത് പെട്ടെന്ന്. അവിടെ BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ BJP-ക്കാരല്ല ചെയ്തു എന്നുള്ളത് ഉറപ്പാണ്. അവരാരുമല്ലോ പോയത്. PFI-യുടെ നേതാക്കന്മാർ ഉടനെ സ്ഥലത്തെത്തി, ജില്ലാ നേതാക്കന്മാർ സന്ദർശിച്ചു, പ്രസ്താവന ഇറക്കി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവരുടെ ബന്ധം. അതേപോലെ തന്നെ ഇപ്പം സിദ്ധാർത്ഥൻ്റെ കേസിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പിന്നെ വെറ്റിനറി വിദ്യാർത്ഥിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതിനകത്ത് 2 പ്രതികൾക്ക് അവർ നാട്ടിൽ പ്രാദേശികമായി പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നവരാണ്. അവരിതിനു മുമ്പ് പഠിച്ച സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ SFI ആയി. എന്താ പ്രശ്നം? എന്തായിരിക്കും ഇവരുടെ താല്പര്യം? എങ്ങനെ ഇത് സംഭവിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞ UDF-ആയിട്ട് മാത്രമല്ല ഇവരുമായിട്ടും ബന്ധമുണ്ട്. മറ്റൊന്ന്, ഈ അഭിമന്യുവിനെ കുറിച്ച് വല്ലാതെ വാചാലരാകും ഇവർ. സൈമൺ ബ്രിട്ടോയെ കുറിച്ച് കുറേ വാചാലരായിരുന്നു. മനുഷ്യനെ വിറ്റ് ജീവിക്കുകയാണെന്നേ. അഭിമന്യു മരിച്ചതിൽ രഹസ്യമായിട്ട് ഇവർ സന്തോഷിക്കുക ചെയ്തിട്ടുണ്ടാകുക. ഒരു വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അഭിമന്യുവിനെ കൊന്ന കേസിലെ 2ാം പ്രതിയുടെ പേര് ഫാറൂഖ് ഹമാനി. ആ 2ാം പ്രതിയുടെ പിന്നെ താമസിക്കുന്ന പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ CPM-ഉം SDPI-യും കൂടി ഒരുമിച്ചാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. SDPI-യുടെ പിന്തുണയോടെയാണ് CPM പഞ്ചായത്ത് ഭരിക്കുന്നത്. ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പിന്നെ 2020 പിന്നെ സഖ്യം വരുന്നത്. പക്ഷേ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർ രാജിവെച്ചു.
SDP പിന്തുണയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊരു വിഷയമാവാതിരിക്കാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ പിന്നെയും സഖ്യം. രാജ്യനാടകമായിരുന്നു, നാട്ടുകാരെ കണ്ണിപ്പൊടിയിടുക. കാരണം പിന്നെ ഇപ്പോൾ 2 വർഷത്തേക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വലിയ വിഷയമായാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പത്തനംതിട്ട എന്തായാലും അവർക്ക് കിട്ടാൻ പോകില്ലെന്നറിയാം, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എഴുതിയിട്ട് പിന്തുണയോട് കൂടിയിട്ടാണ് രാജി. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ പിന്തുണയോട് കൂടിയിട്ടല്ലേ പിന്നെ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അഭിമന്യുവിൻ്റെ കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെടുന്നത്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വാധീനം CPM-ന്റെ മേലെ, സംസ്ഥാന സർക്കാരിൻ്റെ മേലെ അത്രമേലെയുണ്ട്. അതുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്. വെറുതെ അപ്രത്യക്ഷമാകുന്നല്ലോ, അത് മാജിക്കൊന്നുമില്ലല്ലോ. ഇപ്പോൾ CPM, അതേപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഈ പാർട്ടികളുടെ തന്നെ പല പ്രവർത്തകരും പിന്നെ ഈ SDP-ക്കാരുടെ പൂർവ്വരൂപമായിട്ടുള്ള PFI-യുടെ NDF-ന്റെ ഒക്കെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇവർക്ക് ഈ സഖ്യം ഉണ്ടാക്കുന്നതിന് യാതൊരു മടിയില്ല. ഇവിടെ ഏത് നേതാവ് വളരെ BJP-ക്കാർ ഒഴിച്ചാൽ ആകെ മുസ്ലിം ലീഗിലെ KM ഷാജിയും KN ഖാദർ സാഹിബും MK മുനീറും മാത്രമല്ലേ സ്ട്രോങ് ആയിട്ട് പിന്നെ SDP-ക്കെതിരെ, NDF-നെതിരെ, പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിരന്തരമായി പ്രചാരണം നടത്തുന്നുള്ളൂ സധൈര്യം. ബാക്കിയുള്ള മുസ്ലിം നേതാക്കന്മാർ മുഴുവൻ ഇവരെ തഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. കരീം ഖാൻ എന്ന് പറഞ്ഞ കോഴിക്കോട് വോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, സഖാവ് വിളംബരം കരീം എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഇപ്പം കരീം ഖാ ആ ഇക്ക വെച്ചിട്ട് ഇവന്മാരെ വോട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പച്ചയ്ക്ക് ജാതി മതം പറയുന്നത്. ഇവിടെ ആരും പിന്നെ KM മാണിയെ മാണി സാറിനെ കുറിച്ചിരുന്നു, മാണി ചായൻ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വോട്ട് എഴുതിയിട്ടില്ല. PJ ജോസഫ് അച്ചായൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. ആലോചിച്ച് നോക്കണം ഇവർ വിളിക്കുന്നത്. പോസ്റ്ററടിക്കുക എന്നാണല്ലാത്തവർ. കരീം ഖാ ആരുടെ കരീം ഖാ? NDF-ന്റെ കരീം ഖാ, SDP-യുടെ കരീം ഖാ, PDP-യുടെ കരീം ഖാ, ജമാഅത്തെ ഇസ്ലാമിയുടെ കരീം ഖാ, ഇവിടുത്തെ സകലമാന തീവ്രവാദികളുടെയും കരീം ഖാ. അതിനപ്പുറത്ത് പിന്നെ റിയാസിൻ്റെ കരീം ഖാണ്. അത് വേറെ, അത് സ്വകാര്യമായിട്ടുള്ള വിഷയങ്ങൾ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ പിന്നെ തീവ്രവാദ സംഘടനകളുമായിട്ട് സന്ധി ചെയ്യുന്നത് LDF മോശം ഉണ്ടായിരുന്നോ? സാക്ഷാൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയനും മദനിയും കൂടി 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ വേദി പങ്കിട്ടു. ആരാ മദനി? നല്ല മുതലാണല്ലോ. ഒരുമിച്ച് വേദി പങ്കിട്ടു. അവരുടെ സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു ഹുസൈൻ രണ്ടത്താണി. CPI-യിൽ നിന്ന് സീറ്റ് നിർബന്ധിതമായി പിടിച്ചെടുത്തിട്ട് 8 നിലയിൽ പൊട്ടും ചെയ്തിട്ടോ അന്ന്. അപ്പം അതേപോലെ തന്നെ PFI-യെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ തലത്തിൽ ഇത് വലിയൊരു വിഷയമാകാൻ പോകുന്ന സംഭവമല്ലേ. ദേശീയ തലത്തിലുള്ള തീവ്രവാദമായ തീവ്രവാദത്തിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് കേരളമായി മാറി. അത് പറഞ്ഞ സത്യമല്ലേ. ഈ മുസാഫർപൂരിലും ഈ പിന്നെ ഷഹീൻ ബാഗിലും ഈ പറയുന്ന സുൽത്താൻപൂരിലും ഒക്കെ പോയി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് നൽകിയിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരല്ലേ, ട്രെയിനേഴ്സ്. PFI-യുടെ ദേശീയ നേതാക്കന്മാർ മലയാളികളാണ്. PDP-യുടെ ദേശീയ നേതാക്കന്മാർ മലയാളികളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാക്കന്മാർ മലയാളികളാണ്. അപ്പോൾ മലയാളമാണ്, കേരളമാണ് ഇതിന് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത്. അത് CPM-ന്റെ പിന്തുണയോട് കൂടിയിട്ടാണ്, CPM-ന്റെ അറിവോട് കൂടിയിട്ടാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സംരക്ഷണയോട് കൂടിയിട്ടാണ് ഇവരെയൊക്കെ വളരെ അനുവദിച്ചിട്ടുള്ളത്. ഇവർ ഈ കൊല്ലലും പിന്നെ അക്രമമായിട്ട് നടക്കുമ്പോൾ ഇവരെയൊന്നും പിടിച്ചു പൂട്ടി മൂലക്കിടായിരുന്നല്ലോ. ഉത്തർപ്രദേശിൽ നടക്കുമോ? യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുള്ള ഒരു ക്രിമിനലുകളെ ഇവിടെ ഗുണ്ടാരാജ് ഇവിടെ ഇനി അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗുണ്ടാരാജ് നടത്തണമെന്ന് അകത്താ. അതാണ് സ്ഥിതി. അങ്ങനെ ആവണ്ടേ ഇവിടെ. ഈ തോന്നിയ ദിവസം നടത്തുന്നവരെയൊക്കെ എല്ലാം ഇങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് പോണേ. കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് വലിയ ജനവികാരമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് അവിടെ ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സമീപ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷയം വർഗീയമായ ധ്രുവീകരണത്തിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ കോൺഗ്രസിന് കർണാടകയിൽ തിരിച്ചടി ഉണ്ടാവും, ഉത്തരേന്ത്യയിൽ ആകെ തിരിച്ചടി ഉണ്ടാവും. കാരണം പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്. രാജ്യദ്രോഹ ശക്തിയാണ്. ഈ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചവരാ. ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും കൊല്ലണം എന്ന് പറഞ്ഞാൽ അരിയും മലനും കാത്തു വെച്ചോളൂ, കുന്തിരിക്കം കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് പരസ്യമായി പ്രകടനം നടത്തിയവരാ. ഇവിടുത്തെ പിന്നെ സകലമാന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വംശഹത്യക്ക് ഇരയാക്കണം എന്ന അർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ളവരാ. അവരുമായിട്ടാണ് സഖ്യം ഉണ്ടാവണേ. തള്ളിപ്പറയാനുള്ള ആർജം ഉണ്ടാവേണ്ടത് രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുക, UDF-ന് പിന്തുണ. അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം അവരൊറ്റയ്ക്ക് നിന്ന് പിടിച്ചിട്ടുള്ള 6000 വോട്ട് പിടിച്ചിരുന്നെന്ന് തോന്നുന്നു. ആ വോട്ടുകൾ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് നൽകാമെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട SDP-യുടെ വോട്ട്, SDP-യുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്ക്. നമ്മുടെ മുമ്പിൽ മഹാമാതൃകയുണ്ട്. 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന ധാരണയോടെ മത്സരരംഗത്തേക്ക് വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഒരു ഈഴവ മുഖ്യമന്ത്രി കേരളത്തിൽ വരുന്നു, അതുകൊണ്ട് ഞാൻ VS അച്യുതാനന്ദനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദൻ പരസ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞു,
ഞാൻ മത്സരിച്ച് വിജയിച്ച് മുഖ്യമന്ത്രിയായാൽ ഞാൻ ഈഴവ മുഖ്യമന്ത്രി ആയിരിക്കില്ല, മറിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ആ ആർജവം കാണിക്കണം രാഹുൽ ഗാന്ധി. പപ്പുമോൻ അതിനുള്ള ആർജവം ഉണ്ടാവും അറിയില്ല, പപ്പുമോന് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനറിയില്ല. ഈ വി ഡി സതീശനോ കെ സി വേണുഗോപാലോ കെ സുധാകരനോ ആരെങ്കിലും പോയിട്ട് പറഞ്ഞു കൊടുക്കണം, പപ്പുച്ചേട്ട ഇങ്ങനെ പോയാൽ ശരിയാവില്ല, SDP പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണമെന്ന്. അതിനുള്ള നല്ല ബുദ്ധി UDF ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുണ്ടായിട്ടില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒന്നുകൂടി മൈലേജ് കിട്ടുകയാണ് ചെയ്യുക. മറ്റൊന്ന്, SDP പ്രസ്താവന നടത്തിയിട്ടുള്ളത് CPM വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അവർ തമ്മിലുള്ള ബന്ധം അടിത്തട്ടിൽ വളരെ ശക്തമാണ്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പരസ്പരം അധികാരം പങ്കിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് എതിരായിട്ടുള്ള കേസുകൾ ഒതുക്കി കൊടുക്കുന്നതിൽ സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ അഭിമന്യുവിൻ്റെ കേസിലെ രേഖകൾ നഷ്ടപ്പെടുത്തുക, ആ കേസിലെ പ്രതിയുടെ പഞ്ചായത്തിൽ ഭരണം പങ്കിടുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും വെച്ച് ഇവർക്കെല്ലാം വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് CPM ആണ്. അതുകൊണ്ട് CPM-ഉം UDF-ഉം പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഈ തീവ്രവാദ സംഘടനയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു.